ബിനീഷ BJP പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. എല്ലാ ദിവസവും നമുക്ക് വലിയൊരു പിരിമുറുക്കുള്ള ദിവസമല്ലോ. ഈ പിരിമുറുക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെയുള്ള കോമഡികൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. അപ്പൊ അത് നിൽക്കട്ടെ കുറച്ച് സമയം. എല്ലാ ദിവസത്തെയും ഈ പറയുന്ന ടെൻഷന്റെ ഇടയിലേ കുറച്ച് തമാശകളും കൂടെ കേൾക്കട്ടെ, കുഴപ്പമില്ല. ഏത് ചടങ്ങായിരുന്നു ഈ പ്രചരിപ്പിക്കുന്ന ചിത്രം? അത് ഏത് ചടങ്ങായിരുന്നു അത്? ഞാൻ കണ്ടില്ല. അത് നമ്മുടെ ഓഫീസിന്റെ ഒരു ഇതല്ലേ, ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു സീനിയർ അഡ്വക്കേറ്റ് നമുക്ക് ഭരണഘടന തരുന്നതാണ് നമുക്ക് 3 പേർക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തന്നത്. ആ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ അത് ഷോൺ ജോർജ് ഇവർക്കല്ല, ഇവർക്ക് നമ്മളുമായിട്ട് നല്ല സന്തോഷമാണല്ലോ. ഇപ്പൊ നമ്മളവിടെ നടക്കുന്ന നിലപാടുകളും മുസ്ലിം ലീഗിനും BJPക്കും കോൺഗ്രസിനും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇവരെ കൊണ്ട് ഇവർ പറയുന്ന കള്ളങ്ങൾ പൊളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവർക്ക് നല്ല സന്തോഷവും ഇവർക്ക് നല്ല സ്നേഹവും എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഈ ഷോൺ ജോർജ് PC ജോർജ് എന്ന് പറഞ്ഞ ഷോൺ ജോർജ് പഴയ ലോ അക്കാഡമിയിലോ എന്തോ ഒപ്പം പഠിച്ച ആളാണല്ലേ? ഷോണും ഞാനും തമ്മിൽ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. അവനെ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന, അവന്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരുത്തൻ ഞാനാ. അവന്റെ ഇപ്പൊ കൂട്ടത്തിൽ പോലും പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ഞാനും അവനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ പറയുന്ന വാഗ്വാദങ്ങൾ ഉണ്ടാവാറ്. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു നിലപാട് തന്നെ അവനെ സുഹൃത്തെന്ന രീതിയിൽ അംഗീകരിക്കുകയും അവന്റെ നിലപാടിനെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ചെയ്യും ഞാൻ. അത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതെ, അല്ല ഈ വ്യാജ പ്രചരണത്തിന് ആയുധമാക്കിയിരിക്കുന്നത് ഈ സൗഹൃദം എന്നുള്ളത്. പാർട്ടിക്കെതിരായിട്ട് ഇപ്പൊ പാർട്ടിക്കെതിരായിട്ട് ഒരു നിലപാട് പറയുമ്പോൾ പാർട്ടി ആ ഷോണ് പറയുന്ന എന്തെങ്കിലും നിലപാടിനെ എതിർക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് അവനെ എതിർക്കാൻ നമ്മൾ ഉണ്ടാവില്ലേ? പാർട്ടി അല്ല, ഇതില് സൗഹൃദം നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നുള്ള ഒരു ബന്ധം മറച്ചു വെച്ചിട്ടാണ് ഈ ചിത്രം ഷോൺ ജോർജ് ഇപ്പൊ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രീതിയിലാണ് ആ വ്യാജ പ്രചരണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന പോലെ എനിക്ക് അതിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന പദവിയും പണവും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാം കിട്ടിയായിരുന്നു. ഒരൊറ്റ ദിവസം ഒരു ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതായി പറയുന്നത് മാത്രം. ഞാനത് വേണ്ട തീരുമാനിച്ചിട്ട് നിന്ന് വരുത്തണല്ലേ. അങ്ങനെ നിന്ന് എന്റെ അടുത്ത് ഇതെല്ലാം കൊണ്ട് വന്നാൽ ഞാൻ ഒരു അനങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞാൽ ഇതില് മറ്റേ ലാലേട്ടൻ പറയുന്ന ഡയലോഗൊക്കെ ക്ലീശയായി പോകുന്നുണ്ട്. ഞാൻ ഒന്നും പറയാത്ത. പക്ഷെ അതിനും നല്ലൊരു ഡയലോഗ് ഉണ്ട്. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നിട്ടും പാപ്പ പള്ളി പോയിട്ടില്ല എന്ന് പറയും നമ്മുടെ നാട്ടിൽ തലശ്ശേരിയിൽ. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അല്ല, അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കള് BJPയിലേക്ക് പോകുന്നു എന്നതിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒരു അതാണല്ലോ ഇവർ ചെയ്യുന്നത്. കോൺഗ്രസിലുള്ള നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ BJPയിലോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ നിന്നും ആരും പോകുന്നില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരുത്തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പം എന്താ, അപ്പൊ പോകില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരെ പൂർണ്ണമായും തുറന്നെതിർക്കുകയും നിരന്തരം സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും രണ്ടും ഏതെങ്കിലും ഒരു ദിവസമല്ല, നിരന്തര സമൂഹമായിട്ട് ഈ കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങളെയും ഇവരുടെ നിലപാടുകളെയും തുറന്നെതിർക്കുന്നുണ്ട്. അപ്പൊ നല്ല സ്നേഹം ഉണ്ടാവൂലേ? അതെ. അല്ല, ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ.